സംഗമം. പ്ലീസ്. ഹായ്, ഗുഡ് ഈവനിങ് ആൾ. റമീസ് സാർ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി. എല്ലാ ബന്ധങ്ങളും നിലനിൽക്കുന്നത് പരസ്പരം ഗുണമുണ്ടാകുന്ന സമയത്താണ്. അത് ബിസിനസ് റിലേഷൻഷിപ്പ് ആയാലും ശരി, ഫാമിലി റിലേഷൻഷിപ്പ് ആയാലും ശരി, പരസ്പര ഗുണമുള്ള സ്ഥലത്താണ് അത് സന്തോഷകരമായി നിലനിൽക്കുക. ഞാൻ നിലനിൽക്കുന്നതിന്റെ ഗുണം ബിജു സാറിനും ഷാഹിർ സാറിനും റമീസ് സാറിനും അതിനെ തൊട്ട് താഴെയുള്ള എല്ലാ ലീഡേഴ്സിനും പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല എന്നുള്ളത് കൊണ്ടും, ഇപ്പോഴത്തെ മീറ്റിംഗിൽ 423 ആളുകളുണ്ട്, അവരൊക്കെ പേരെടുത്ത് പറയാൻ പ്രയാസമായതുകൊണ്ടും, നമ്മുടെ അയ്യൂബ് സാറിന്റെയും അതോടൊപ്പം ഉമർ ഉസ്താദിന്റെ പേര് പറഞ്ഞു നിർത്തുകയാണ്. ഈ ലീഡേഴ്സിനൊക്കെ ഞാൻ വഴി നേരിട്ടോ അല്ലാതെയോ ചില നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. അവര് വഴി എനിക്ക് കിട്ടിയ നേട്ടമാണ് ഞാൻ ഇപ്പോ ഒരു ഐഡിയയില് WTC എന്ന് പറയുന്ന പൊസിഷനിൽ നിൽക്കുന്നത്. ആ പൊസിഷനിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട കുറെ വരുമാനം എനിക്ക് കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയാം. അങ്ങനെ എൻ്റെ അനുഭവങ്ങളും എൻ്റെ നേട്ടങ്ങളും ഒക്കെ അവരെ കാണിക്കുകയും അവരെ മോട്ടിവേറ്റ് ചെയ്യും, അവരെ ഈ പാതയിലേക്ക് കൊണ്ടുവരികയും അതോടൊപ്പം അവരൊക്കെ ചെയ്യുന്നതിന്റെ ഒരു ചെറിയ ശതമാനം നേട്ടം ഞാൻ ആസ്വദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പരസ്പരം കൊടുക്കൽ വാങ്ങൽ നടക്കുന്നതുകൊണ്ടാണ് നല്ല ബന്ധങ്ങൾ മുഴുവനും നിലനിൽക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ പഴയ ലീഡേഴ്സിനോടൊക്കെ ഞാൻ പറയുന്നൊരു കഥയുണ്ട്. അത് ഇന്ന് തന്നെ ശ്രമിക്കുന്ന കുറെ പുതിയ ആളുകളുണ്ട്, അവരത് കേൾക്കണം. ഒരു വീട്ടില് ഒരു പശു, ഒരു പന്നി ഉണ്ടായിരുന്നു. ഒരു ഉടമസ്ഥൻ രണ്ടിനെയും ഒരേപോലെ വളർത്തുന്നുണ്ട്. പശു അതിന്റെ തൊഴുത്തിലും പന്നി അതിന്റെ കൂട്ടിലും. ഒരു ദിവസം രണ്ടുപേരും ഒരുമിച്ച് കണ്ട സമയത്ത് പന്നി പശുവിനോട് ചോദിക്കുകയാണ്, അല്ല പശു, നമ്മൾ രണ്ടുപേരും ഒരു വീട്ടിലല്ലേ, നമുക്ക് രണ്ടുപേർക്കും ഒരേ യജമാനനല്ലേ, നമ്മൾ രണ്ടുപേരും മൃഗങ്ങളല്ലേ, എന്നിട്ടും നമ്മുടെ മുതലാളി നിന്നെ കാണുന്ന സമയത്ത് നിന്റെ അടുത്ത് വരി നിന്നെ തൊട്ട് തലോടി നിന്നെ ഏറെ സ്നേഹിക്കുകയും ലാളിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്നാ പന്നിയായ എൻ്റെ അടുത്തേക്ക്, എൻ്റെ കൂട്ടിലേക്ക് ഒന്ന് വരാനോ എന്നൊന്ന് തലോടാനോ മുതലാളി ഇന്ന് വരെ തയ്യാറായിട്ടില്ല. എന്താണ് നമ്മളെ മുതലാളി ഇങ്ങനെ പെരുമാറുന്നത്? അന്ന് പന്നി പറഞ്ഞ മനോഹരമായ മറുപടി ഇതാണ്, പശു പറഞ്ഞ അതിന്റെ മനോഹരമായ മറുപടി ഇതാണ് പന്നിയോട്, അതെ, ഞാൻ ജീവനുള്ള സമയത്ത് നമ്മുടെ മുതലാളിക്കും അവരുടെ കുടുംബത്തിനും ഇഷ്ടംപോലെ പാല് കൊടുക്കുന്നുണ്ട്. അവര് അത് പാലായും മോരായും വെണ്ണയായും നെയ്യായും ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ജീവനുള്ള സമയത്ത് എന്നിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ പലതരത്തിൽ അവർ ഉപയോഗിക്കുമ്പോൾ പന്നിയായ നീ ജീവനുള്ള സമയത്ത് ഒന്നും മുതലാളി കൊടുക്കുന്നില്ല. നീ കൊടുക്കുന്നത് ആകെ നിന്റെ ഇറച്ചി മാത്രമാണ്, അതും നീ ചത്തതിന് ശേഷം മാത്രം. അപ്പോ പശു പഠിപ്പിച്ച പാഠം, ജീവനുള്ള സമയത്ത് മറ്റുള്ളവർക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നന്മ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കൂ എന്നാണ്, അല്ലെങ്കിൽ താലോലിക്കൂ എന്നാണ്, അതല്ലെങ്കിൽ ചേർത്ത് പിടിക്കൂ എന്നാണ്. നിങ്ങളെ തൊടണമെങ്കിലും നിങ്ങളെ തലോടണമെങ്കിലും നിങ്ങളെ ചേർത്ത് പിടിക്കണമെങ്കിലും ഒക്കെ മറ്റുള്ളവർക്ക് നമ്മൾ എന്തോ താങ്ങോ തണലോ ആയി നിൽക്കണം. അങ്ങനെ നിൽക്കുന്നവർക്ക് മാത്രമേ ഈ പരിഗണനകൾ കിട്ടുന്നുള്ളൂ എന്നാണ് പശു പഠിപ്പിച്ചത്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്ത് അത് തന്നെയാണ് ചെയ്യുന്നത്. പരസ്പരം താങ്ങും തണലുമായി നിൽക്കുക, അങ്ങനെ ഒരുമിച്ച് വളരുക. ഇപ്പോ ഒരു പ്രത്യേക കാലാവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് നടന്നിരിക്കുന്നത്. ഒരു ഭാഗത്ത് ചെറുപ്പക്കാരായ ആളുകള്, വലിയ കുടുംബത്തിൽ ജനിച്ചവര്, നല്ല വിദ്യാഭ്യാസമുള്ളവര്, അവരൊക്കെ മാരകമായ ലഹരിക്ക് അടിമപ്പെടുകയും ലഹരി വിൽപ്പന നടത്തുകയും ചെയ്യുന്ന കാഴ്ച നമ്മുടെ നാടിന് ചുറ്റും
നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവരൊക്കെ വലിയ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും തങ്ങൾക്കൊന്നും ശോഭനമായ ഒരു ഭാവിയില്ല എന്നൊരു തോന്നലിലാണ് പോലും ഈ ലഹരി ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് വലിയ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അവന്റെ വിദ്യാഭ്യാസ ലോഡ് അടച്ചു തീർക്കാൻ പോലും പേരിനൊരു ജോലി കിട്ടാത്ത സാഹചര്യം ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ, മറുഭാഗത്ത് ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി, കമ്പ്യൂട്ടർ വൽക്കരണത്തിന്റെ ഭാഗമായി ഇപ്പോ ഏറ്റവും പുതിയ സംവിധാനം എന്ന് പറയുന്ന AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ നാട് മുഴുവനും അതിവേഗത്തിൽ വളർന്നുകൊണ്ട് നിൽക്കുകയാണ്. ഒരു 5 വർഷക്കാലത്തെ AI വളർച്ച കൊണ്ട് ഈ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് ഏറ്റവും ചുരുങ്ങിയത് 15 കോടി ആളുകളെങ്കിലും ജോലി നഷ്ടപ്പെടുമെന്നാണ്. ഇന്ത്യ രാജ്യത്ത് ഒരു 5 വർഷക്കാലം കഴിയുമ്പോഴേക്കും ഒരൊറ്റ ടാക്സി ഡ്രൈവർമാരും ഉണ്ടാവില്ല എന്നാണ് ഇപ്പൊ പറയപ്പെടുന്നത്. അമേരിക്കയിലും ചൈനയിലും ഒക്കെ അവരേറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടെസ്ല കാറുകളിൽ നിലവിൽ ഡ്രൈവർമാരില്ല. അത് കഴിഞ്ഞ 2 മാസം മുമ്പേ മഹാരാഷ്ട്രയിൽ ലോഞ്ച് ചെയ്തവരും നിങ്ങൾ എല്ലാവരും പത്രത്തിലും TV ചാനലിലും ഒക്കെ കണ്ടിരിക്കും അല്ലെങ്കിൽ കേട്ടിരിക്കും. ഇപ്പൊ ഡ്രൈവർ ഇല്ലാത്ത ടാക്സികൾ റോഡിൽ ഇഷ്ടം പോലെ ഇറങ്ങുന്നതോടുകൂടി ഒരു കൂട്ടം ഡ്രൈവർമാർ അവരുടെ ജോലി നഷ്ടപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഒരു ഷോപ്പിംഗ് മാളിനകത്ത് ഒറ്റ സെക്യൂരിറ്റി ഗാർഡ് പോലും ഉണ്ടാവില്ല. അത് മുഴുവനും AI ഏറ്റെടുക്കുമെന്നാണ് പുതിയ കണക്കുകൾ പറയുന്നത്. ഞാൻ നിങ്ങളൊക്കെ പോകാൻ ഏറ്റവും കൂടുതൽ മടി കാണിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ഒരു സ്ഥലമാണ് ബാങ്ക്. ഒരുപക്ഷെ പരിചയമുള്ള ആളുകൾ ബാങ്കിൽ ഉണ്ടെങ്കിൽ പോലും അവർക്കൊന്ന് നമ്മുടെ മുഖത്ത് ചിരിക്കാൻ പോലും സമയമില്ലാത്ത യന്ത്രങ്ങളെ പോലെ മനുഷ്യരെ പണിയെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ 8ഉം 10ഉം 15ഉം 20ഉം 50ഉം സ്റ്റാഫുകൾ പണിയെടുക്കുന്ന നമ്മുടെ ബാങ്കുകളിലൊന്നും ഇനി അങ്ങോട്ട് ജീവനുള്ള 2 പേർ മാത്രമേ ഉണ്ടാവൂ എന്നാ പറയണത്. അവിടുത്തെ ബ്രാഞ്ച് മാനേജരും ഒരു അസിസ്റ്റന്റ് സ്റ്റാഫും. ബാക്കി മുഴുവനും AI ഏറ്റെടുക്കും എന്നാണ് പറയപ്പെടുന്നത്. എല്ലാ ബാങ്കുകളിൽ നിന്നും തൊഴിലാളികൾ കൂട്ടത്തോടെ പുറത്തേക്ക് വരും എന്നാണ് ഇന്ന് കിട്ടുന്ന വിവരം. ഹോട്ടലുകളിൽ ഭക്ഷണം വിളമ്പുന്നതിന് AI സഹായം തേടുന്നു. അങ്ങനെ എല്ലാ മേഖലയിലേക്കും ഈ AI കടന്നു വരുന്നതോടുകൂടി ഏറ്റവും ചുരുങ്ങിയത് 15 കോടി ആളുകൾ തൊഴിലില്ലാതെ പുറത്തേക്ക് വരുമെന്നാണ് ഇന്ത്യ രാജ്യത്തിന്റെ കണക്ക് പറയുന്നത്. ഒരു ഭാഗത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ജോലി കിട്ടാത്ത അവസ്ഥയും, മറുഭാഗത്ത് നിലവിൽ ജോലി ചെയ്യുന്ന ആളുകള് ജോലി സൃഷ്ടിക്കപ്പെടുന്ന സമയത്ത് അവന്റെ മുമ്പിലേക്ക് പകരം കൊടുക്കാൻ എന്തുണ്ട് സർക്കാരിന്റെ കയ്യിൽ എന്ന് ചോദിച്ചാൽ കേന്ദ്ര ഗവൺമെന്റിനും കേരള ഗവൺമെന്റിനും പറയാൻ, നേരിട്ട് ചെയ്യാൻ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് കൂട്ടത്തോടെ വിൽപ്പന മേഖലയ്ക്ക് ഇറങ്ങി ആ മേഖലയിലുള്ള സാധ്യത ഉപയോഗപ്പെടുത്തി അതിനു വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ ഏറ്റവും എഫക്റ്റീവായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നാണ് ഇപ്പോ നമ്മുടെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലും കേന്ദ്രത്തിലും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട നല്ല നിയമങ്ങൾ പാസ്സായി കഴിഞ്ഞു. ഈ കൂട്ടത്തിൽ എന്നെ ശ്രമിക്കുന്ന കുറെ ആൾക്കെങ്കിലും ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 19-ാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുത്ത തിരുവനന്തപുരത്തെ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് ഓർമ്മയുണ്ടാവും. അവിടെ വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് എല്ലാവിധ തൊഴിൽ സംരക്ഷണവും നൽകാൻ സർക്കാർ തയ്യാറാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ മണി ചെയിൻ കമ്പനികളെ അടച്ചുപൂട്ടിക്കുന്നതിന് വേണ്ടി ലീഗലായി പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ലിസ്റ്റ് ഗവൺമെന്റ് തന്നെ പുറത്തിടാം എന്ന് സർക്കാർ പറഞ്ഞു. അതായത് ഏത് കമ്പനി പ്രവർത്തിക്കുന്ന ആളും അവരെ കമ്പനി നല്ലതെന്ന് വാദിച്ചുകൊണ്ട് നിൽക്കും. അതെല്ലാ വിൽപ്പനക്കാരനും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഏതാണ് ലീഗൽ ഏതാണ് ഇല്ലീഗൽ എന്ന് കേരളത്തിന്റെ ഗവൺമെന്റ് തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പിന്നീട് തർക്കമില്ല. അപ്പോ ലീഗലായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ലിസ്റ്റ് ഗവൺമെന്റ് പുറത്തുവിടും എന്നും അത് വേഗത്തിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ട്രേഡ് യൂണിയൻ അതിന് പുറത്ത് തന്നെയാണ്. ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ എന്ന നിലയിൽ കൂടി ഞാൻ മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നതും ഉറപ്പിക്കുന്നതും ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്ന 1-2 മാസത്തിനിടയിൽ അനൗൺസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
എല്ലാ സ്ഥലങ്ങളിലും വോട്ട് ചേർക്കുന്നതിനൊക്കെ തിരക്കായിരുന്നു. അതിന്റെ സമയം കഴിഞ്ഞു എന്ന് പറയാം. അടുത്ത തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ് വരേണ്ടത്. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ദിവസം പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പായി കേരളത്തിൽ ലീഗൽ കമ്പനിയുടെ ലിസ്റ്റ് കേരള ഗവൺമെന്റ് പുറത്തുവിടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ ഈ ഒരു ബിസിനസ് പറയുന്ന സമയത്ത് പല ആൾക്കാരും ഇതൊക്കെ തട്ടിപ്പോയെന്ന് പറയുന്ന സമയത്ത് കേരള സർക്കാരിന്റെ ഔദ്യോഗിക സൈറ്റിൽ ലീഗലായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ലിസ്റ്റ് ചൂണ്ടിക്കാണിക്കാനും ആ ലിസ്റ്റിനകത്ത് നമ്മുടെ പേര് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് സർക്കാർ അംഗീകരിച്ച കമ്പനിയാണെന്ന് പറഞ്ഞ് ധൈര്യമായി പ്രവർത്തിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ കടന്നു വരാൻ വേണ്ടി പോകുന്നത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും ഒരു ചെറിയ സമയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. ആ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും ആര് പരാജയപ്പെടുമെന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ ഞാനാണല്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിന് മുമ്പേ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ നിലവിലുള്ള സംസ്ഥാന സർക്കാർ ഇന്ന് തുടങ്ങി വെച്ച ദൗത്യം അത് പൂർത്തീകരിക്കണം എന്ന നിലയിൽ ട്രേഡ് യൂണിയൻ ഇടപെടുന്നതിന്റെ ഭാഗമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ തൊഴിലാളികൾക്കും ക്ഷേമനിധി ആനുകൂല്യം കൂടി വാങ്ങിക്കൊടുക്കാൻ കഴിയുമെന്നാണ് ഒരു ട്രേഡ് യൂണിയൻ ലീഡർ നിലയ്ക്ക് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നലകള് ആളുകൾ കളിയാക്കിയ, പുച്ഛിച്ച, ആളെ പിടിക്കുന്നതെന്ന് വിളിച്ച, പുറകെ നടക്കുന്നതെന്ന് വിളിച്ച, പറ്റിക്കലുകാരെന്ന് പറഞ്ഞ ഈ മേഖലയിൽ ലീഗൽ കമ്പനിയുടെ ലിസ്റ്റ് ഗവൺമെന്റ് പുറത്തുവിടുകയും ആ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആനുകൂല്യം ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതോടുകൂടി ഈ മേഖലക്കകത്ത് ഒരു കുതിച്ചാട്ടം ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തി തരാൻ ചോദിക്കുകയാണെങ്കിൽ അത് നീൽ ആംസ്ട്രോങ് ആണ്. ആ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിലേക്ക് കാലുകുത്തുന്നതിന് മുമ്പേ വളരെ പ്രാധാന്യമുള്ള ഒരു വാചകം പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എന്നെ സംബന്ധിച്ച് ഇത് വെറും ഒരു കാൽവെപ്പ് മാത്രം, എന്നാൽ മനുഷ്യരാശിയെ സംബന്ധിച്ച് ഇതൊരു വലിയ കുതിച്ചാട്ടമായിരിക്കും. നീൽ ആംസ്ട്രോങ്ങിനെ സംബന്ധിച്ച് ഒരു കാൽവെപ്പ് മാത്രമായിരുന്നു, എന്നാൽ മനുഷ്യരാശിയെ സംബന്ധിച്ച് അതൊരു വലിയ കുതിച്ചാട്ടമായിരിക്കും. അതേപോലെ ഈ ഒരു നിയമനിർമ്മാണവും ഈ മേഖല ക്ഷേമനിധി ആനുകൂല്യം പ്രഖ്യാപിക്കൽ, അത് നമ്മളെ സംബന്ധിച്ച് ഒരുപക്ഷെ ഒരു സാധാരണ നടപടി മാത്രമായിരിക്കും. പക്ഷെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച് അതൊരു വലിയ കുതിച്ചാട്ടമായി മാറുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അപ്പോ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഭാവിയാണ് എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ വരാനിരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മറക്കണ്ട. അറിഞ്ഞോ അറിയാതെയോ കഴിഞ്ഞ 2006 കാലഘട്ടം മുതൽ ഈ മേഖലക്കകത്തേക്ക് കാലുവെച്ച ആളാണ് ഞാൻ. കയ്യിൽ കിട്ടിയ സർക്കാർ സർവീസിലെ ജോലി ഈ വിശ്വസിച്ച ബിസിനസിന് വേണ്ടി പൂർണ്ണമായും വേണ്ടെന്ന് വെക്കുകയും ഈ ബിസിനസ് മേഖല ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് ഈ മേഖല കൃത്യമായ നിയമനിർമ്മാണം നടക്കാത്ത ഒരൊറ്റ കാരണം കൊണ്ട് ഈ മേഖല അടച്ചുപൂട്ടിയപ്പോ വഴിയാധാരമായ തിരുവാതിരമാക്കപ്പെട്ട വ്യക്തികളൊന്നും ചെയ്ത മേഖല 100% ശരിയാണെന്ന് ബോധ്യമുള്ളതുകൊണ്ട് ഈ മേഖലക്കകത്ത് നിയമനിർമ്മാണം നടത്തി അടങ്ങൂ എന്നുള്ള അടങ്ങാത്ത വിശ്വാസം കൊണ്ടും ആവേശം കൊണ്ടും 2011 മുതൽ 15 വരെ നടത്തിയിട്ടുള്ള ഒരുപാട് സമരങ്ങൾ, അത് പ്രക്ഷോഭ സമരങ്ങളായാലും നിരാഹാര സത്യാഗ്രഹങ്ങളായാലും ധർണകളായാലും പോലീസ് സ്റ്റേഷൻ മാർച്ചായാലും, അങ്ങനെ നിരന്തരമായി നടത്തിയ മാർച്ച് കൊണ്ടും സമരം കൊണ്ടും സെക്രട്ടേറിയറ്റ് മുമ്പിലുള്ള ധർണ കൊണ്ടും പാർലമെന്റ് മാർച്ച് കൊണ്ടും ട്രേഡ് യൂണിയനിൽ കൂട്ടിപ്പിടിച്ച് നടത്തിയ സമരങ്ങളുടെ ഭാഗമായി 4 വർഷക്കാലത്തെ സമരം കൊണ്ട് നേടിയതാണ് ഇന്നലകളുടെ നേട്ടങ്ങൾ. എന്നാൽ ഇന്ന് ഇതെല്ലാം സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞപ്പോ ഇന്നലകളിൽ അയിത്തം പ്രഖ്യാപിച്ച അതേ മേഖലക്കകത്ത് ഇന്ന് ക്ഷേമനിധിയും പെൻഷനും വരാൻ പോകുന്ന സമയത്തേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ 2006 ഞാൻ കയറി നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷേ അന്നെടുത്ത തീരുമാനം ഒരു ശരിയായ തീരുമാനമാണെന്ന് യാതൊരു നിർബന്ധവുമില്ല, അല്ലെങ്കിൽ ആ തീരുമാനം വിഡ്ഢിത്തരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇനി അങ്ങോട്ട് ഈ മേഖലയിൽ കയറി നിൽക്കുന്നതിന് ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഒരു തീരുമാനം എടുക്കാൻ വൈകി പോകുന്നുണ്ടെങ്കിൽ അത് 100% വിഡ്ഢിത്തരമായി പോകുമെന്ന് പറയാൻ എനിക്ക് 100% അഭിമാനമുണ്ട്. അതുകൊണ്ട് ഇപ്പോ കയറി നിൽക്കേണ്ട സമയം തന്നെയാണ്, ഏറ്റെടുക്കേണ്ട സമയം തന്നെയാണ്. പ്രവർത്തിച്ച് പരമാവധി വേഗത്തിൽ
നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യേണ്ട സമയമാണ്. ഇനി അങ്ങോട്ട് ഗ്രാജുവേറ്റ്സും MBA-കാരനും മാർക്കറ്റിംഗ് മേഖല വിതരണ രംഗത്തെ അധികായന്മാരൊക്കെ ഈ മേഖലയിൽ കടന്നു വരാൻ പോകുമ്പോൾ നമ്മുടെ നിലവിലുള്ള പ്ലാൻ വെച്ച് എനിക്കും നിങ്ങൾക്കും കീഴെ മാത്രമേ അവർക്കെല്ലാം വരാൻ വേണ്ടി കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇട്ട എഫേർട്ടിന് എല്ലാ നേട്ടങ്ങൾ നാളെ ആസ്വദിക്കാൻ എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തരും കഴിയും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അപ്പൊ ഒന്ന്, വളരെ ശോഭനമായ ഒരു ഭാവി ഡയറക്ട് സെല്ലേഴ്സിന് മുമ്പിലുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോ ഈ കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. ഇനി നമ്മുടെ കമ്പനിയെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ 2001 മുതൽ ഇങ്ങോട്ട് 24 വർഷക്കാലം പ്രവർത്തിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ട്രോങ് മാനേജ്മെന്റ് കൂടെയാണ് ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്നത്. എനിക്ക് അഭിമാനത്തോടെ പറയാം. ഇത് 6 മാസം കൊണ്ട് പൂട്ടും, 2 വർഷം കൊണ്ട് പൂട്ടും, 6 വർഷം കൊണ്ട് പൂട്ടും, 10 വർഷം കൊണ്ട് പൂട്ടും എന്ന് പറഞ്ഞ ആളൊക്കെ നാട്ടിലുണ്ടാവും. ഈ മാനേജ്മെന്റ് കഴിഞ്ഞ 2001 മുതൽ ഇന്ന് 2025 വരെ പ്രവർത്തിച്ചു കഴിഞ്ഞു. ഈ കമ്പനി ഈ പേരിൽ ഈ ഉൽപ്പന്നങ്ങളുമായി കഴിഞ്ഞ 2013 മുതൽ പ്രവർത്തനം തുടങ്ങിയത്. അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ 12 വർഷക്കാലം ഈ MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗും അതിന് മുമ്പേ അതിന്റെ പാരന്റ് കമ്പനി എന്ന നിലയിൽ 2001 മുതൽ പ്രവർത്തിച്ച പാരമ്പര്യം കൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഒരു ബൈനറി പ്ലാനിനകത്ത് 25ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. ഒരു നയ പൈസ കടമില്ലാത്ത, വിദേശ രാജ്യങ്ങളിലേക്ക് ഓപ്പറേഷന് പോകുന്ന ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി. നിങ്ങൾ ഉറപ്പിച്ചോ, നമ്പർ 1, ഓൾവേസ് നമ്പർ 1, അതേഴ്സ് ആർ ഓൾവേസ് അതേഴ്സ് എന്ന. നമ്പർ 1 എന്നും നമ്പർ 1 ആയിരിക്കും, അല്ലാത്തവർ എന്നും അല്ലാത്തവരായിരിക്കും. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനിക്കകത്ത്, നമ്പർ 1 കമ്പനിക്കകത്താണ് ഞാനും നിങ്ങളും എൻറ്റർ ചെയ്തെന്നുള്ളത് ഒരുപക്ഷെ അത് മുൻജന്മ സുഹൃതം കൊണ്ടായിരിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. 2 ഉൽപ്പന്നങ്ങൾ. ഒരു കമ്പനിക്കകത്ത് ഞാനും നിങ്ങളും സേഫ് ആവുന്നത് ഒന്നൊരു മാനേജ്മെന്റ് സ്ട്രോങ് ആവുന്ന സമയത്താണ്, 2 ഉൽപ്പന്നങ്ങൾ മികച്ചതാവുന്ന സമയത്താണ്. ആളുകൾ ഒരു തവണ വാങ്ങി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളല്ല, മറിച്ച് ആളുകൾ വാങ്ങിച്ചാൽ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾ. ആദ്യമായി നിങ്ങളിൽ നിന്ന് ഒരാൾ ഉൽപ്പന്നം വാങ്ങിക്കുന്നത് അത് ഈ കമ്പനിയുടെ മഹത്വം കൊണ്ടാവില്ല, മറിച്ച് നിങ്ങളുടെ ഫേസ് വാല്യൂ, നിങ്ങൾക്കൊരു വിലയുണ്ടല്ലോ, ആ വില കൊണ്ടാണ്. എന്നാൽ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ വീണ്ടും അടുത്ത മാസം എനിക്കൊരു പേസ്റ്റ് വേണം, എനിക്ക് വൂണ്ടിലും വേണം, എനിക്ക് ലിവികയും വേണം, അങ്ങനെ പറഞ്ഞ ആളുകൾ വീണ്ടും നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ നിങ്ങളുടെ ഫേസ് വാല്യൂ കൊണ്ടല്ല, മറിച്ച് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം കൊണ്ട് തന്നെയാണ്. ഏകദേശം ഞാൻ ബിൽഡ് ചെയ്ത ടീമിനകത്ത് 200 കോടിക്ക് മേലുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ എന്നിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. 200 കോടിക്ക് മേലെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചിട്ടും യാതൊരു പരാതിയും, ഏതെങ്കിലും ഉൽപ്പന്നത്തിന്റെ പരാതിയുമായി ആരും വരാറില്ല. ഞാൻ കൊടുത്ത ഉൽപ്പന്നങ്ങൾ, ഞാൻ നേരിട്ട് കൊടുത്ത ഉൽപ്പന്നങ്ങൾ ആർക്കെങ്കിലും കൊടുത്തതിന് ശേഷം അവരെന്നെ വീണ്ടും വന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഉൽപ്പന്നം വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ്. അതല്ലാതെ കൊടുത്ത ഉൽപ്പന്നത്തിനെ കുറ്റപ്പെടുത്താനോ തെറി വിളിക്കാനോ ഒരാളും ഇന്നുവരെ വരേണ്ട ഗതികേട് ഉണ്ടായിട്ടില്ല. 6 ഉൽപ്പന്നങ്ങളുമായിട്ടാണ് ഞാൻ ഈ ബിസിനസ് ഒന്ന് തുടങ്ങുന്നത്. എന്നാൽ ഇന്ന് 100 ചില ഉൽപ്പന്നങ്ങളായി. വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏറ്റവും മികച്ചതാണെന്ന് അത് വിൽക്കുന്ന ആരും പറയും, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നതും ആദ്യമായി കേൾക്കുന്ന ആൾ ആ അർത്ഥം എടുത്തേക്കാം. പക്ഷേ ഞാൻ വിറ്റുകൊണ്ടിരിക്കുന്ന 24 ഉൽപ്പന്നങ്ങൾ ഏറ്റവും മികച്ചതാണെന്ന് പറയുന്നത് ഞാനല്ല, നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഏജൻസി. അവര് നമ്മുടെ ഓരോ ഉൽപ്പന്നങ്ങളും എടുത്ത് ടെസ്റ്റ് ചെയ്ത് ലാബ് ടെസ്റ്റ് നടത്തി ഉപയോഗിച്ച് റിസൾട്ട് നോക്കിയതിനു ശേഷം ഇന്ത്യയിൽ ഉപയോഗിക്കാനുള്ളതല്ല, മറിച്ച് എക്സ്പോർട്ട് ചെയ്യാനുള്ള ആയുഷ് പ്രീമിയം ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ, ആയുഷ് പ്രീമിയം മാർക്ക് ചാർത്തി തന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിൽക്കുന്ന ഉൽപ്പന്നം നല്ലതാണെന്ന് നമ്മളല്ല പറയുന്നത്, കേന്ദ്ര ഗവൺമെന്റ് സാക്ഷ്യപ്പെടുത്തിയ ഉൽപ്പന്നങ്ങളാണ്. ഇനി അടുത്തത് പ്ലാന്. ഞാൻ വരുന്ന സമയത്ത് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭവും ബൈനറി പ്ലാനിൽ ആഴ്ചക്ക് 2,10,000 രൂപ വരുമാനം കിട്ടാവുന്ന പ്ലാനും മാത്രമായിരുന്നു അന്ന് കമ്പനിയിൽ ഉണ്ടായിരുന്നത്. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും കമ്പനി പെർഫോമൻസ് ബോണസ് എന്നൊരു സംവിധാനം കൊണ്ടുവന്നു. ഇന്ന് ആദ്യ റാങ്കായ TC ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഓരോ മാസവും ലെഫ്റ്റ് ആൻഡ് റൈറ്റും ഓരോ ലക്ഷം ബിസിനസ് വോളിയം കൊണ്ടുവരുന്ന ആളുകൾക്ക്, ഒരു ശരാശരി ബിസിനസ് ചെയ്യുന്ന ഓരോ ലീഡേഴ്സിനും എല്ലാ മാസവും ഒരു അഡീഷണൽ ഇൻകം, വീക്കിലി ഇൻകം 2-10 കൂടാതെ ഒരു മന്ത്ലി ഇൻകം കമ്പനി കൊടുക്കാൻ തുടങ്ങി. ഇത്തിരി കാലം കഴിഞ്ഞ സമയത്ത് കമ്പനി വീണ്ടും
അവിടെ വീണ്ടും വർധനവ് കൊണ്ടുവന്നു. ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്, ലീഡേഴ്സിന് അവർക്ക് വീണ്ടും ഗുണം ചെയ്യുന്ന അടുത്ത തീരുമാനം, DTC ആൻഡ് അബവ് ലീഡേഴ്സിന് ലോയൽറ്റി ബോണസ്. അതുവരെ ഇല്ലായിരുന്ന ഒരു പുതിയ ഇൻകം വീണ്ടും അനൗൺസ് ചെയ്യാണ്. DTC റാങ്ക് മുതൽ മേലേക്ക് വരുന്ന ആൾക്ക് ഒരു 5000 രൂപയുടെ റീപർച്ചേസ് നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ മാസവും ഒരു അഡീഷണൽ ഇൻകം കൊടുക്കാം എന്ന് കമ്പനി വീണ്ടും പറഞ്ഞു. അത് കഴിഞ്ഞ് കമ്പനി വലിയ വളർച്ചയിലേക്ക് പോകുന്ന സമയത്ത് അടുത്തത് പറയാണ് NTC ആൻഡ് അബവ് ലീഡേഴ്സിന് NTC ബോണസ്. എല്ലാ മാസവും ഒരു ഇൻകം, ഒരു ഫിക്സഡ് ഇൻകം കൊടുക്കാന്ന് കമ്പനി വീണ്ടും ഉറപ്പ് തരികയാണ്. ഇപ്പോ ഈ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പേ കമ്പനി വീണ്ടും പറയുന്നു ഒരു മന്ത്ലി ഇൻകം അത് കൂട്ടിവെച്ച് ഇയർലി ഒരു ഇൻകം കൂടി നമുക്ക് കൊടുക്കാം. ZTC ആൻഡ് അബവ് ലീഡേഴ്സിന് ഒരു TDF എന്ന പേരിൽ ഒരു പുതിയ ഇൻകം കൂടി അനൗൺസ് ചെയ്തു. എടുക്കുന്ന ജോലി ഒന്ന് തന്നെ, കിട്ടുന്ന വരുമാനം പലതരത്തിൽ. ഡെയിലി ഇൻകം, വീക്ക്ലി ഇൻകം, TCയുടെ പെർഫോമൻസ് ബോണസ്, DTCയുടെ ലോയൽറ്റി ബോണസ്, ZTC മുതൽ TDF ഇൻകം, NTC മുതൽ NTC ക്ലബ് ബോണസ്, ഇങ്ങനെ പലതരത്തിലുള്ള ഇൻകങ്ങൾ പറഞ്ഞ അന്ന് മുതൽ തന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റും കാണുന്ന വലിയ ചില കമ്പനികൾ, നല്ല കമ്പനികൾ തന്നെയാണ്, മുടക്കുന്ന പൈസ മൂല്യമുള്ള ഉൽപ്പന്നം കൊടുക്കുന്ന കമ്പനികൾ തന്നെയാണ്. അത്തരത്തിലുള്ള പല കമ്പനികളും ലീഡേഴ്സിന് വലിയ വരുമാനം കൊടുക്കുന്ന സമയത്ത് അത്ര കൊടുക്കാതിരിക്കാൻ വേണ്ടി പലതവണ പ്ലാൻ മാറ്റുകയും പല ലീഡേഴ്സും കമ്പനി വിട്ടു പോവുകയും ചെയ്തത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കമ്പനി ഓരോ മാസവും പുതിയ പുതിയ വരുമാനങ്ങൾ കൊണ്ടുവന്ന് തരുന്ന കാഴ്ചയാണ്, അല്ലെങ്കിൽ ഓരോ വർഷവും പുതിയ പുതിയ വരുമാനങ്ങൾ കൊണ്ടുവന്ന് തരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഈ കമ്പനിയിൽ കയറി നിൽക്കുന്ന ആൾ ഭാഗ്യവാന്മാർ എന്നല്ല എന്താ പറയേണ്ടത്. അങ്ങനെയൊക്കെ ഭാഗ്യമുള്ളവരായിട്ടും എൻ്റെ ഒരു പ്രയാസം, കുറെ ആളുകൾ ഇപ്പോഴും ബിസിനസ് വിട്ടു പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഈ ബിസിനസ് പറഞ്ഞ് മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ പണ്ട് മൈലേജ് ചെയ്താളാ, ഞാൻ നിർത്തിയതാ എന്ന് പറയുന്ന ചില ആളെ കാണാം. അതിനൊരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, അവർ പറയുന്ന കുറ്റം അവരുടെ ടീമിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ലീഡറെ കുറിച്ചാണ്. നിങ്ങൾ മൈലേജ് സ്റ്റൈൽ ചെയ്ത് പരാജയപ്പെട്ടു പോയി അല്ലെങ്കിൽ വിട്ടുപോയി എന്ന് പറയുന്ന ആളുകൾ ഏതെങ്കിലും സമയത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്ക്, കമ്പനി മാനേജ്മെന്റ് മോശമാണോ, അത് പൊട്ടിപ്പോവോ? അവർ പറയില്ല, കമ്പനി മാനേജ്മെന്റ് സ്ട്രോങ് മാനേജ്മെന്റാ. നിങ്ങൾ ചോദിക്ക്, ഉൽപ്പന്നങ്ങൾ മോശമായിട്ടാണോ നിങ്ങൾ വിട്ടുപോയത്? അല്ല, ഉൽപ്പന്നങ്ങൾ മികച്ച ഉൽപ്പന്നങ്ങളാ. ഞങ്ങളിപ്പോ ബിസിനസ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളുടെ പേസ്റ്റാ ഉപയോഗിക്കുന്നത്, ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളുടെ പൂണ്ടിയിരിക്കുന്ന ഉപയോഗിക്കുന്നത്, ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ നോവാതിൽ ഞങ്ങളുടെ വീട്ടിലുണ്ട്, ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നില്ലെങ്കിലും ഞങ്ങൾ 95 ഉപയോഗിക്കുന്നുണ്ട്, കവച പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ അവർ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നു. ആ ഉൽപ്പന്നങ്ങൾക്ക് ഒരു ബിലീഫ് ഉണ്ട്. ഇനി അവരോട് ചോദിച്ചു നോക്ക്, നിങ്ങൾക്ക് നിർത്തിപ്പോണ്ട കാരണം ആഴ്ചക്ക് 2.10 തരാന്ന് പറഞ്ഞ് 2.10 ടച്ച് ചെയ്ത സമയത്ത് തരാതെന്നോ? ഇല്ല. ഒരു കുട്ടി പോലും, ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനകത്ത് ഓരോ ആഴ്ച വരുമാനം വാങ്ങുന്ന സമയത്തും ഒരു കുട്ടി പോലും എനിക്ക് അർഹതപ്പെട്ട വരുമാനം കിട്ടിയില്ല എന്ന് പറയുന്നത് എവിടെയും കേട്ടിട്ടില്ല. പിന്നെന്തോട് വിട്ടുപോയി? ഒറ്റ കാര്യം, എന്റെ ലീഡർ ശരിയല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം ശരിയല്ല. അവിടെ മാത്രമേ എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ കേൾക്കേണ്ടതും തിരുത്തേണ്ടതുള്ളൂ. എവിടെയെങ്കിലുമൊക്കെ ടീമിനെ കൂട്ടിപ്പിടിക്കുന്നതിൽ പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മ തിരുത്തി ടീമിനെ കൂട്ടിപ്പിടിച്ചിട്ടുള്ളൂ. ഇത് നോ ബോസ് ബിസിനസ് ആണ്. എന്നാൽ ഒരു ബോസ് പോലെ ഒരു ലീഡർ ഉണ്ടാവുന്നതല്ലാണ്, എന്നാ ബോസ് കളിക്കാൻ പാടില്ലതാനും. അവർക്കൊരു ധൈര്യം കൊടുക്കാനും അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഒരു ബോസ് പോലെ ഒരു ലീഡർ ഉണ്ടാവുന്നതല്ലാണ്, എന്നാൽ അയാളെ ബോസ് കളിക്കാൻ പാടില്ല. ടീമിന്റെ മേലെ ആധിപത്യം നേടിക്കൊണ്ടുള്ള പഴയ രാജഭരണം അല്ല ഇത്. ഇത് ബിസിനസ് ആണ്, നെറ്റ്വർക്കാണ്. സ്നേഹത്തോടെ ടീമിനെ കൂട്ടിപ്പിടിക്കേണ്ടതാണ്. ഈ ലീഡേഴ്സിനിടയിൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പിൽ ഉണ്ടായ പ്രതിസന്ധികൾ മാത്രമാണ് പല ആളുകളും വിട്ടുപോയതിന്റെ കാരണം. അതുകൊണ്ട് എനിക്ക് എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരും പറയാനുള്ളത്, നിങ്ങൾ ടീമിനെ ചേർത്ത് പിടിക്കാൻ തയ്യാറാവണം. ആ കൂട്ടിപ്പിടിക്കുന്നതാണ് നമ്മളെ സക്സസ്. അതിൽ കഴിവുള്ളവരെന്നോ ഇല്ലാത്തവരൊന്നും ഇല്ല. ഏത് കഴിവില്ലാത്തവരും ചിലപ്പോൾ കഴിവുള്ളവരെ കൊണ്ടെത്തരാൻ കഴിയുന്ന വരും. അവരൊക്കെ ഒരുപക്ഷെ നാളെ നിങ്ങളെ സക്സസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പങ്ക് വഹിച്ചേക്കാം. ഒരുപക്ഷെ നിങ്ങൾ പലപ്പോഴും കേട്ട ഒരു കഥയായിരിക്കും ഇത്. 9 എന്നൊരു അക്കം 8 ഒറ്റ അടി കൊടുത്തു. അടി കിട്ടി 8 ചോദിച്ചു എന്തിനാ എന്നെ അടിച്ച്? അപ്പറ വലിയവരെ ചെറിയ അടിക്കാം. കേട്ട പാടെ 8 തിരിഞ്ഞു നിന്ന് 1 കൊടുത്തു 7. അടി കിട്ടിയ 7 ചോദിച്ചു എന്തിനാ അടിച്ചത്? 8 പറഞ്ഞു ഞാൻ വലിയവനാ, ഞാൻ അടിക്കൂ, എനിക്ക് അടിക്കാൻ അർഹതയുണ്ട്. ഒന്നും നോക്കിയില്ലേ, 7 6 അടിച്ചു, 6 5 അടിച്ചു, 5 4 അടിച്ചു, 4 3 അടിച്ചു, 3 2 അടിച്ചു, 2 1 അടിച്ചു.
അടുത്ത ഒന്ന് തിരിഞ്ഞ് നടിക്കാൻ നോക്കിയപ്പോ അപ്പുറം നിൽക്കുന്നത് ഒരു വിലയില്ലാത്ത പൂജ്യം. അടുത്ത അടി കൊണ്ടൊന്ന് പേടിച്ച് വിറച്ച് നിൽക്കുന്ന പൂജ്യത്തെ നോക്കിയിട്ട് ഒന്ന് പറഞ്ഞ്, വേണ്ട, ഞാൻ നിന്നെ അടിക്കുന്നില്ല, നീ എന്റെ കൂടെ നിന്നാ മതി. ഒന്ന് പൂജ്യത്തെ ചേർത്ത് പിടിച്ചു. അപ്പോ 1 10 9 വലുതായി. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്ത് തന്റെ അത്ര കഴിവില്ലാത്തവരെ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് വിജയിക്കുന്നതാണ് സക്സസ്. രണ്ടുപേരും ഒരുമിച്ച് വിജയിക്കണം. അതിന് കുടുംബമഹിമ വേണ്ട, വിദ്യാഭ്യാസ യോഗ്യത വേണ്ട, വലിയ കാശ് കയ്യിൽ വേണമെന്നില്ല, ആണോ പെണ്ണോ വ്യത്യാസമില്ല, കറുത്തവനും വെളുത്തവനും വ്യത്യാസമില്ല. സ്നേഹിച്ച് കൂടെ നിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അസറ്റായി മാറും. ഈ ഇൻഡസ്ട്രിക്കകത്ത് ബന്ധങ്ങളാണ് ഈ ഇൻഡസ്ട്രിയിൽ ലീഡേഴ്സിനെ സൃഷ്ടിക്കുന്നത്, പണമല്ല എന്ന് ഓരോ ആളും ഓർത്തു വെക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. എന്നെ കേൾക്കുന്ന പുതിയ ആളോടാണ് ഞാൻ ഇത് പറയുന്നത്. ഒരിക്കല് ഒരു രാജാവ് അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന രാജവട്ടത്തിലൂടെ, അദ്ദേഹത്തിന്റെ ഗുരുവാണെങ്കിൽ ഒരു മാലയും ജപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. രാജാവ് ഗുരുവിനോട് ചോദിക്കണം, ഗുരു, എനിക്ക് യാതൊരു സമാധാനവും കിട്ടുന്നില്ല, സ്വർഗത്തിലേക്കുള്ള വഴി ഏതാണെന്ന്. പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കുന്ന സ്വാമി കേട്ടതുപോലും നടിച്ചില്ല. വീണ്ടും ആള് ചോദിച്ചു, സ്വാമി അങ്ങോട്ടാ ചോദിച്ചത്, എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല, സ്വർഗത്തിലേക്കുള്ള വഴി ഏതാന്ന്. ആ സമയത്തും ആളൊന്നും പറയണില്ല, സ്വാമി മിണ്ടുന്നില്ല. ഒരു തവണ ചോദിച്ചു, അങ്ങോട്ടാ ചോദിക്കുന്നത്, സ്വർഗത്തിലേക്കുള്ള വഴി ഏതാ. സ്വാമി മിണ്ടുന്നില്ല. പിന്നെ കാണുന്നത് അരയിൽ നിന്ന് വാടൂരിയിട്ട് നേരെ സ്വാമിയുടെ കഴുത്തേക്ക് അങ്ങ് വെച്ചു കൊടുക്കുകയാണ്. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാൻ കഴിയുന്നില്ലെങ്കിൽ തല ഞാൻ വെട്ടിക്കളയും. കഴുത്തിൽ എന്തോ തടയുന്ന കണ്ട സമയത്ത് മൂർച്ചകൾ എന്തോ കൊണ്ടത് കണ്ടപ്പോ സ്വാമി പതുക്കെ ഒന്ന് കണ്ണു തുറന്നു നോക്കുമ്പോ തിളങ്ങുന്ന വാളാണ് കഴുത്തിൽ. മിണ്ടിയില്ലെങ്കിൽ കഴുത്ത് പൊട്ടുന്നതിൽ യാതൊരു തർക്കവും. ആ സമയത്ത് ശബ്ദം താഴ്ത്തി ആ ഗുരു പറഞ്ഞു, ഇത് നരകത്തിലേക്കുള്ള വഴിയാണ്. സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ചോദിച്ചെങ്കിലും ഗുരു പറഞ്ഞത് ഇത് നരകത്തിലേക്കുള്ള വഴിയാണ്. അക്രമം നരകത്തിലേക്കുള്ള വഴിയെന്ന് മനസ്സിലായപ്പോ രാജാവ് വേഗം ആ വാളൂരി ഉറയിലേക്ക് ഇട്ടു. അപ്പോ സ്വാമി പറഞ്ഞു, ഇതാണ് ശരിക്കും സ്വർഗത്തിലേക്കുള്ള വഴി, സമാധാനമാണ് സ്വർഗത്തിലേക്കുള്ള വഴിയെന്ന്. ഇത് കേട്ടപ്പോ രാജാവിന് വലിയ സന്തോഷമായി. അധികം ഒന്നും ക്ലാസ് എടുക്കാതെ, അധികം ഒന്നും സംസാരിക്കാതെ, ചെറിയൊരു സമയം കൊണ്ട് എന്തൊരു വലിയ പാടാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സന്തോഷവാനായ രാജാവ് പറഞ്ഞു മന്ത്രിയോട്, മന്ത്രി, നമ്മുടെ ഗുരുവിന് എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വില കൂടി ഉപഹാരം കൊടുക്കണം. മന്ത്രി ഓടി കൊട്ടാരത്തിനകത്തേക്ക്. അവിടെ വില കൂടിയ എന്തൊക്കെയുള്ളതെന്ന് നോക്കിയ സമയത്ത് അതിനകത്ത് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വില കൂടിയത് വജ്രങ്ങൾ പതിപ്പിച്ച കത്രികയാണ്. അതൊരു താലത്തിലാക്കി സന്തോഷത്തോടെ കൊണ്ടുകൊടുത്തു ഗുരുവിന്, സ്വാമിക്ക്. സ്വാമി പറഞ്ഞ്, എനിക്ക് ഒരു പാരിതോഷികം വേണ്ട, അതിനു വേണ്ടിയല്ല ഞാൻ സംസാരിച്ചത്. മന്ത്രി പറഞ്ഞ്, രാജാവ് സന്തോഷത്തോടെ തന്നാണ്, വാങ്ങിക്കൊള്ളണം. അയാൾ പറഞ്ഞ്, അത്ര സന്തോഷമായിട്ടുണ്ടെങ്കിൽ എനിക്ക് കത്രിക വേണ്ടെന്ന് പറയും. അയാൾ പറഞ്ഞു, നിങ്ങൾ എന്താ പറഞ്ഞത്, വജ്രങ്ങൾ പതിപ്പിച്ച കത്രികയത്, ഇതിന്റെ വില നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയണത്. അപ്പൊ സ്വാമി പറഞ്ഞു, വജ്രങ്ങൾ എനിക്ക് വേണ്ട, കാരണം അത് ഉപയോഗിക്കുന്നത് രണ്ടാക്കി മുറിക്കാനാണല്ലോ. പകരം എനിക്കൊരു സൂചി തരാൻ പറയും, അത് വലിയ വില വേണമെന്നില്ല, പക്ഷെ അത് ഉപയോഗിക്കുന്നത് തുന്നിച്ചേർക്കാനാണ്, എനിക്ക് തുന്നിച്ചേർക്കാനാണ് താല്പര്യം. ബിസിനസ് ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഒക്കെ ഞാനും നിങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന വാക്കുകളും എന്റെയൊക്കെ നിങ്ങളുടെയും പ്രവൃത്തിയും തുന്നിച്ചേർക്കുന്നതിന് സഹായകരമാണോ, അതല്ലെങ്കിൽ മുറിച്ചു മാറ്റുന്നതിന് സഹായകരമാണോ എന്ന് ഒന്ന് സ്വയം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു തിരുത്തല് ഒരുപക്ഷെ നമുക്ക് ആവശ്യമുണ്ടാവും. ആ തിരുത്തലിന് തയ്യാറാവുന്നുണ്ടെങ്കിൽ ജീവിതത്തില്, അത് കുടുംബ ജീവിതത്തിലും ബിസിനസ് ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഞാനും നിങ്ങളും ഒക്കെ പുറത്ത് വലിയ സംഭവങ്ങളാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നാൽ നമ്മുടെയൊക്കെ കുടുംബം നിലനിൽക്കുന്നത് നമ്മുടെയൊക്കെ ചില ചിന്തയിലായിരിക്കണം, നമ്മുടെ വാക്കിലായിരിക്കണം, നമ്മുടെ ഇടപെടലായിരിക്കണം എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ഒരു മാല അതിമനോഹരമായി നിൽക്കുന്നുണ്ടെങ്കിലും, അതിനെ മനോഹരമാക്കുന്ന മുത്തുകളാണെങ്കിലും, അതിനുള്ളിലൂടെ പോകുന്ന ഒരു ചരടുണ്ടല്ലോ, ആ ചരടിന്റെ ജോലിയാണ് ഇതിനകത്തുള്ള ലീഡേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെവിടെയും കാണണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ അതിനെ മനോഹരമായ മാലയാക്കി നിലനിർത്തുന്നതിനുള്ള ഒരു ഇന്റേണൽ വർക്ക് അത് ലീഡേഴ്സിന്റെ ഭാഗത്ത് നിർബന്ധമായി നടന്നിരിക്കണം. അങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന പ്രയാസങ്ങളും പോരായ്മകളും സന്തോഷവും ദുഃഖവും ഒക്കെ ഉണ്ടാവും. അതിനിടയിലും സന്തോഷത്തിന്റെ ഒരു കണിക കണ്ടെത്താനും അവരൊക്കെ ആശ്വസിപ്പിക്കാനും ചേർത്ത് പിടിക്കാനും
വിജയിക്കുന്നവരെ കൊണ്ടു നടക്കാനും ആരൊക്കെ മനസ്സ് കാണിക്കുന്നുണ്ടോ അവരാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ലീഡർമാർ എന്ന് പറയുന്നത്. അവരാണ് കുടുംബത്തിലെ മികച്ച കുടുംബനാഥന്മാർ അല്ലെങ്കിൽ നാഥമാർ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 4 കാര്യങ്ങൾ ഈ ബിസിനസ് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒരു ബിസിനസ്സിനകത്ത് വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ ടീം എന്ന നിലയിൽ 4 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, ബിസിനസ്സിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു ഓളങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, വേവ്സ്. കടലിലെ തിരമാലകൾ എത്ര മനോഹരമാണ്. ഒരിക്കൽ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സയന്റിസ്റ്റുകളിലെ രാഷ്ട്രീയക്കാരന്റെ സയന്റിസ്റ്റ്, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രപതി, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, തിരമാലകൾ എന്നും എനിക്ക് ആവേശമാണ്, ഇൻസ്പിറേഷനാണ്. കാരണം തിരമാലകൾ എത്ര തവണ വീണാലും വീണ്ടും ഉയരാൻ മടിക്കാത്തവരാണ്. എത്ര ഉയർന്ന് താഴെ വീണാലും വീണ്ടും ഉയരാൻ മടിക്കാത്ത അതിന്റെ ഒരു ആവേശമുണ്ടല്ലോ, അതിനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അതേപോലെ ടീമിനകത്ത് ഈ കഴിഞ്ഞ ആഴ്ച 5000 വരുമാനം കിട്ടിയവർക്ക് അടുത്ത ആഴ്ച 5000 കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ചിലപ്പോ 1000 പോവാം, ചിലപ്പോ 2000 പോവാം. പക്ഷേ അതിനടുത്ത ആഴ്ച എഴുന്നേക്കാൻ മറക്കരുത്, എഴുന്നേക്കാൻ മടിക്കരുത്. വീണ്ടും നേരത്തെ ഉയരം കീഴടക്കണം, അതിനേക്കാൾ വലുതേക്ക് വരണോ, പിന്നെയും ചിലപ്പോൾ താഴേക്ക് പോകും. ഒരു ടീം സ്റ്റേബിൾ ആയി വരുന്നവരെ ഓളങ്ങൾ ഉണ്ടായേക്കാം. നമ്മളെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒന്ന് മേലേക്ക് പോകുന്നു, പിന്നെ താഴേക്ക് വരുന്നു, പിന്നെ മേലേക്ക് പോകുന്നു, പിന്നെ താഴേക്ക് വരുന്നു, പിന്നൊരു പോക്ക് പോകുന്നു. ഈ ഒരു ക്രൈസിസ് ഓരോ റാങ്കിലും ഉണ്ടാവും. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒരേ ഗ്രോത്തിൽ പോകേണ്ടുന്നല്ല ഡയറക്ട് സെല്ലിങ്. അതിന് ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഓരോ താഴ്ച വരുന്ന സമയത്തും വീണ്ടും ഉയരാൻ മടിക്കാതിരിക്കുക. ഉയർന്നേ പറ്റുള്ളൂ. ആ ചിന്തയോടി പ്രവർത്തിക്കുക. ടീമിനകത്ത് ചില ഓളങ്ങൾ ക്രിയേറ്റ് ചെയ്ത് പോവുക എന്നാണ് എന്റെ ഒന്നാമത്തെ നിർദ്ദേശം. രണ്ടാമത്തത്, ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചേർത്ത് പിടിക്കില്ല നമ്മളെ പണി. അപ്പനെയും അസോസിയേറ്റിനെയും ചേർത്ത് പിടിക്കുന്ന കണ്ണിയാണ് ഞാൻ. ആ കണ്ണി പൊട്ടാതിരിക്കുക. ഒരു ചങ്ങലയിലെ ഏറ്റവും മോശം കണ്ണിയാണ് ആ ചങ്ങലയുടെ ശക്തി തീരുമാനിക്കുന്നത്. ആ മോശം കണ്ണി ഞാനല്ല എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തുക. തന്റെ അപ്പീൽ ലീഡറെയും തന്റെ അസോസിയേറ്റ് ലീഡറെയും ചേർത്ത് പിടിച്ച് അവരെ പരസ്പരം കണക്ട് ചെയ്ത് അവര് വിജയിക്കുന്ന സമയത്ത് ഞാനും വിജയിക്കും. അതുകൊണ്ട് ആ വിജയത്തിനെ കണ്ണി നിൽക്കേണ്ടത് ഞാനാണ് എന്ന അർത്ഥത്തിൽ തന്റെ കൂടപ്പിറപ്പിനെ, അതല്ലെങ്കിൽ തന്റെ കൂട്ടുകാരനെ, അല്ലെങ്കിൽ തന്റെ സുഹൃത്തിനെ, അയൽവാസിയെ, തന്നെ വിശ്വസിച്ച് വന്ന ഏതൊരാളെയും അവനെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒരു നേരം അവൻ നമ്മൾ വിശ്വസിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് അവരെ വിജയിപ്പിക്കുന്ന ഒരു പറ്റുള്ളൂ. എവിടെയൊക്കെ ബന്ധങ്ങൾ തകരുന്നുണ്ടോ അവിടെയൊക്കെ ബിസിനസ് തകരുന്നുണ്ട്. ഇവിടെ ബന്ധങ്ങൾ തകരാതെ നോക്കുക എന്ന് മാത്രമേ ഈ ഒരു സമയത്ത് ഞാൻ പറയുന്നുള്ളൂ. ഒരുപാട് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സമയപരിധി കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അടുത്തത് തന്ത്രങ്ങളാണ്, സ്ട്രാറ്റജി. ഓളങ്ങൾ, ബന്ധങ്ങൾ, തന്ത്രങ്ങൾ, നേട്ടങ്ങളാണ്. തന്ത്രശാലികളാവുക. ഓരോ ബിസിനസിനും അതിന് സ്ട്രാറ്റജി ഉണ്ടാവും. അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. അതെങ്ങനെയാണോ അത് വിജയിക്കുന്നവരെ ആ തന്ത്രങ്ങൾ എഫക്റ്റീവായി ഉപയോഗപ്പെടുത്തുക. ചിലപ്പോ ചില തന്ത്രങ്ങൾ പരാജയമാണ് എന്ന് തോന്നുന്നിടത്തുനിന്ന് വിജയിപ്പിക്കാം. പരാജയപ്പെട്ട പലരും വിജയിച്ച ചരിത്രവും അങ്ങനെയുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് അടുത്ത് ഒരു കട, ഒരു ചെറിയ റെഡിമെയ്ഡ് ഷോപ്പ് തുടങ്ങി ആദ്യത്തെ 6 മാസം കൊണ്ട് സംഭവം അയാൾക്ക് മനസ്സിലായി, 1 ഇഞ്ച് മുന്നോട്ട് പോകാനാവില്ല. കടയിൽ തീരെ കച്ചവടമില്ല, അവിടുത്തെ വാടക വെച്ച് ചെലവ് വെച്ച് മുമ്പോട്ട് പോകാനാവില്ല. അപ്പൊ അയാള് ഒന്നും നോക്കിയില്ല, കിട്ടുന്ന കാശിന് ഉള്ള മുതൽ വിറ്റ് ഒഴിവാക്കി കിട്ടുന്ന കാശ് വാങ്ങിയെടുക്കാൻ, ബാക്കി നഷ്ടമെങ്കിൽ നഷ്ടം. അതുകൊണ്ട് തന്നെ ആ പുതിയ സെന്ററിലെ കടയുടെ മുമ്പിൽ അയാൾ വലിയൊരു ഫ്ലെക്സ് വെച്ചു, വിൽപ്പന, കട കാലിയാക്കൽ വിൽപ്പന. കോഴിക്കോട് ആദ്യമായി വാഹനം കയറുന്ന ആളുകളൊക്കെ ഈ കട കാലിയാക്കിയത് കൊണ്ട് ഓടിക്കേറി അവിടെ നല്ല കച്ചവടം നടക്കാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് കാണുന്ന കാഴ്ച, റെഗുലറായി കോഴിക്കോട്ടേക്ക് വരാത്ത
വല്ലപ്പോഴും മാത്രം സിറ്റിയിലേക്ക് വരുന്ന പല ആളുകളും ഈ കട കാലിയാക്കണ കാണുമ്പോ ഓടി സാധനം വാങ്ങാൻ തുടങ്ങിയപ്പോ അവിടെ കച്ചവടം കുത്തനെ കൂടി. ഇപ്പോ കട കാലിയാക്കില്ല എന്നുള്ള പേരില് 8 കടകൾ അയാൾ സിറ്റിയിൽ തന്നെ നടത്തുന്നു എന്നാ കേട്ടത്. ഒരു കട കാലിയാക്കാൻ വെച്ചവനിപ്പോ 8 കട കാലിയാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു കടയും കാലിയാവുന്നില്ല. അത് ഒരു തന്ത്രമാണ്. എല്ലാ കടയും ബോർഡ് വെക്കുന്നത് വിറ്റ് കാലിയാക്കാനല്ല, വിറ്റ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അതേപോലെ ചില തന്ത്രങ്ങൾ നമ്മൾ പയറ്റുക. ഇപ്പോ ആലപ്പുഴയിലൊക്കെ താറാവ് കൃഷിക്കാര് നമ്മൾ കോഴിനെ വളർത്തുന്ന പോലെ കൂടുണ്ടാക്കി കൂട്ടുകയറ്റിട്ടല്ല ഇതിനെ വളർത്തുന്നത്. 400, 500, 600, 1000, 2000 താറാവുള്ളവർക്ക് എന്ത് കൂട്ടിൽ വെക്കാൻ അതിനെ? ഓരോ പാടത്തും അതിനെ ഇറക്കി വിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം കരയിലേക്ക് കയറ്റി നെറ്റ് കൊണ്ട് മറച്ച് ആ കൂട്ടത്തിലങ്ങ് ഇടുക. കോഴിയേക്കാൾ കൂടുതൽ മുട്ടയിടുന്ന വലിപ്പം കൊണ്ടും എണ്ണം കൊണ്ടും. മുട്ടയുടെ വലിപ്പം കൂടുതലേക്കും മുട്ടയിടുന്ന എണ്ണം കൂടുതലേക്കും താറാവ് എടുക്കുന്ന പറയുന്നത്. പക്ഷേ താറാവ് ഒരുപാട് സമയം ഉറങ്ങിയാൽ, കൂടുതൽ സമയം ഉറങ്ങിയാൽ മുട്ടയുടെ എണ്ണം കുറയും എന്ന് പറയപ്പെടുന്നു. അപ്പോ താറാവ് ഉറങ്ങാതെ നിൽക്കുകയാണെങ്കിൽ മുട്ടയുടെ എണ്ണം കൂടുന്നു എന്ന് കരുതി താറാവിനെ നോക്കുന്നവര് രാത്രി മുഴുവനും ഉറക്കം കഴിഞ്ഞ് താറാവിന്റെ പുറകടക്കാനാവുമോ? അതുകൊണ്ട് ഈ സാധാരണ വലിയ നെറ്റിനകത്തേക്ക് അല്ലെ സാരി മറച്ചതിനകത്തേക്ക് ഒരു 200, 400 താറാവ് കയറ്റിയതിനു ശേഷം അത് ക്ലോസ് ചെയ്ത് അതിനകത്തേക്ക് വലിയ 2 തവളയെ എടുത്തു. താറാവിന് എങ്ങനെ ഉറക്കം പറ്റിയിരിക്കുന്ന സമയത്തേക്ക് ഒരു തവള ഒറ്റ ചാട്ടം. താറാവുകൾ പരസ്പരം ശബ്ദം ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാ ഓട്ടം. മേത്ത് തവള ചാടിയ താറാവ് ഓടിയത് അതിന് കാര്യമുണ്ട്, റീസൺ ഉണ്ട്. മറ്റുള്ളവരോട് എന്തിനാ അവർക്ക് അറിയില്ലേ? ശബ്ദം കേട്ടപ്പോൾ പരസ്പരം ഓടാണ്, പിന്നെ ഉറക്കം ഉണ്ടാവില്ല. അടുത്ത ഉറക്കം വരുമ്പോൾ അടുത്ത തവള ചാടിയിട്ടുണ്ടാവും, അടുത്ത ഉറക്കം വരുമ്പോഴേക്കും ആദ്യ തവള ചാടിയിട്ടുണ്ടാവും. അങ്ങനെ നേരം വെളുക്കുന്നവരെ തവള ചാടും, താറാവ് ഉറങ്ങുകയില്ല. ആ താറാവ് കർഷകന് സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യാം. അവിടെ ഉറങ്ങാൻ നോക്കാൻ 2 തവള മതി, പകരം ആളെ വെക്കുകയല്ല. ഇതേപോലെ എന്തെങ്കിലും ചില തന്ത്രങ്ങൾ പയറ്റാൻ നമ്മുടെ കയ്യിലുണ്ടാവണോ? ഓരോ ആഴ്ചയിൽ വരുമാനം ഉറപ്പിക്കുന്നതിന്, TDF ഉറപ്പിക്കുന്നതിന്, അത് വളർത്തി വലുതാക്കുന്നതിന് ഓരോ തന്ത്രങ്ങൾ ഉണ്ടാവണം. അതിലൊരു തന്ത്രമാണ് ഇപ്പോ അനൗൺസ് ചെയ്തിട്ടുള്ള ഈ ടൂറ്. നിങ്ങൾ നോക്ക്, വിൻ വിൻ അല്ലേ ഇത്? സാധാരണ ഏത് കച്ചവടം നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് ലാഭമാണ്, മറ്റൊരു നഷ്ടം, മറ്റൊരു ലാഭമാണ്, ഇവന് നഷ്ടം. ചില കച്ചവടത്തിൽ 2 നഷ്ടം കൊടുത്ത് വീട്ടിൽ കൊണ്ടുപോയ സമയത്ത് ചീന മീന് വാങ്ങിച്ചൊരു നഷ്ടം, വിറ്റൊരു നഷ്ടം. 9:00 ശേഷം ചില മാളുകളിൽ, റിലയൻസ് പോലുള്ള ചില കടകളിലൊക്കെ രാത്രി 9:00 ശേഷം ഫ്രൂട്ട്സിന് വില കുറച്ച് വെക്കും. വില കുറഞ്ഞ് കിട്ടിയ ആപ്പിളിൽ ഇപ്പം വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നാൽ ഉള്ളിൽ കേടായിട്ടുണ്ടാവും, ഒഴിവാക്കാൻ വെച്ച സാധനമാണ്, അത് വില കുറച്ച് വെച്ചാണ്. വാങ്ങിച്ചോൻ നഷ്ടം, വിറ്റോൻ നഷ്ടം. ഇത് വിൻവിനാ, 2 പേർക്കും ലാഭം. ഒരു കോൺടെസ്റ്റ് വെക്കുന്ന സമയത്ത് ആ കോൺടെസ്റ്റ് വെച്ച വിൻ ചെയ്യാൻ 6000 രൂപ വരുമാനം വാങ്ങാൻ പറയുമ്പോൾ 6000 രൂപ നിങ്ങൾ വരുമാനം വാങ്ങുന്ന സമയത്ത് നിങ്ങളും സക്സസ് ആവുന്നു, നിങ്ങൾക്കൊരു ടൂർ തരുന്നു. അതിന് കാരണം എന്താ? ലീഡർക്ക് ഒരു നേട്ടമുണ്ട്. അപ്പൊ സ്വാഭാവികമായും 2 പേര് വിന്നാവുക, 2 പേരും ഒരുമിച്ച് ഒരേ വാഹനം എൻജോയ് ചെയ്യുക. കണക്ട് ദ ലീഡർ എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ ദൗത്യം, എന്റെ അപ്ലൈനെയും എന്റെ അസോസിയേറ്റിനെയും പരസ്പരം കണക്ട് ചെയ്യുക. അതിനിടയിൽ കണ്ണിയായി ഞാൻ നിൽക്കുന്നതിന് പകരം ആ 2 പേരെ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് സാർ നിങ്ങൾ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അതിന്റെ അവസരം ഉണ്ടാക്കി കൊടുക്കുക. ലീഡേഴ്സുമായി ടീമിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ചില ബന്ധുക്കളോ സുഹൃത്തുക്കളോ അയൽവാസികളോ നാട്ടുകാരോ ആരൊക്കെ കളിയാക്കുന്ന സമയത്ത് മൊത്തം വോൾട്ടേജ് പോയി ഇങ്ങനെ നിൽക്കുമ്പോ ലീഡർ ഒറ്റ കോൾ ചെയ്താൽ അപ്പൊ സബ്സ്റ്റേഷൻ നേരിട്ട് ഹൈ വോൾട്ടേജ് കയറി മതി കത്തിക്കോളൂ. അങ്ങനെ കണക്ട് ചെയ്യാൻ ഈ ടൂറുകൾ നിങ്ങളെ ഏറെ സഹായിക്കും. നാട് കറങ്ങി കാണലും വരുമാനം ഉണ്ടാക്കലും മാത്രമല്ല, നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിന് ടൂറുകൾ നിങ്ങളെ സഹായിക്കും. അങ്ങനെ ടൂർ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചാൽ. അപ്പോ അങ്ങനെ ഒരു തന്ത്രം നിങ്ങൾ ലീഡേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, അപ്പൊ നിങ്ങള് ഇതിനകത്ത് ഇപ്പോ 6000 വാങ്ങിക്കുന്നത് 1 മാസം കൊണ്ട് വാങ്ങിച്ചതിന് പകരം 2 മാസം കൊണ്ട് വാങ്ങിച്ചാലും ലീഡേഴ്സ് കിട്ടാനുള്ള കിട്ടും. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു കോൺടെസ്റ്റ് വെച്ച് അത് വിൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ലീഡേഴ്സ് അല്ലെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങൾ ടൂർ കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരു ഹെവി ബോണ്ടിങ് ഉണ്ടാവുന്നുണ്ട്. ആ കിട്ടിയ അവസരം നിങ്ങൾ മനോഹരമായി ഉപയോഗപ്പെടുത്തണം.
ഒരു TCയോട് 2 പേരെ വിൻജയിച്ച് അയാളെ കൊണ്ടുപോകാറുണ്ട്. 2 അല്ല 3 4 ആള് വിൻജയിച്ച് ആ വണ്ടി കയറ്റി വിട്ടാൽ അവിടെ ലീഡറും ആ ടീമും തമ്മിൽ ഒരു ബന്ധമുണ്ടാവും. നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ ബന്ധം ഉണ്ടാവും. ഒരുപക്ഷെ ഏതെങ്കിലും സമയത്ത് അവൻ നെഗറ്റീവ് ആകുമ്പോ ഒറ്റ കോളില് അവനെ റീചാർജ് ചെയ്യാൻ ലീഡേഴ്സ് പറ്റൂ. അതിനെ ലീഡറായി കണക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വളരാൻ പോകുന്ന ഒരു ലീഡറെ ആ ടൂർ കോൺടെസ്റ്റ് വിൻ ചെയ്യിച്ച് ആ വാഹനത്തെ കയറ്റുക എന്ന് പറയുന്നത് ഒരു ഡയമണ്ട് മേക്കിംഗ് പ്രോസസ്സാ. ഇന്ന് വണ്ടിക്ക് ഒരു നാളത്തെ ഡയമണ്ട് ആവണം, നാളത്തെ ITC ആവണം, നാളെ എന്തോ അച്ചീവർ ആവണം. ആ അച്ചീവർ ആവാൻ വേണ്ടിയില്ല ആദ്യ പടിയായിട്ട് വേണം ഇതിനെ കാണണമെങ്കിൽ. അപ്പോ ഇന്ന് ടൂർ കേട്ടപ്പോ അന്നൊന്ന് മൈസൂർ പോകണമെന്നല്ല, എത്ര പേരെ കൊണ്ടുപോകണം? എന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ എല്ലാത്തിനും കൊണ്ടുപോകണം. കാരണം അവരൊക്കെ വണ്ടി കയറി ആ 2 ദിവസം എന്റെ ലീഡേഴ്സിനൊപ്പം യാത്ര ചെയ്യുമ്പോൾ ചന്ദനം ചാരിയ ചന്ദനം മണക്കും, വേറൊന്നും ചാരിയ വേറെന്തോ മണക്കും. ആ ചന്ദനം തന്നെ ചാരിക്കണം. അതിനുവേണ്ടി ആ വണ്ടി കയറ്റിയിട്ട് ലീഡേഴ്സിലൂടെ കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ നാളെ വളർന്നു വലുതാകുമ്പോൾ അതിന് ആദ്യ നേട്ടം കിട്ടുന്നത് ആ ലീഡർ കിട്ടുന്നതിന് മുമ്പേ നിങ്ങൾക്കാ. ആ നിലയിൽ ഈ ടൂർ കോൺടെസ്റ്റിനെ ഏറ്റവും മനോഹരമായി ഓപ്പറേറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? അതല്ലാണ്ട് ഓനങ്ങനെ പോണ്ട, ലോളങ്ങനെ പോണ്ട, ഇവനങ്ങനെ പോണ്ട, ഇന്നയാള് പോയാൽ മതി, അതിന് മുമ്പ് പ്രത്യേക താല്പര്യമുണ്ട്, ഒരു പോയാൽ മതി, അങ്ങനെയല്ല. പൊട്ടൻഷ്യലുള്ള മുഴുവൻ ആളുകളും ആ വാഹനത്തിൽ കയറി ഉറപ്പുവരുത്തുന്ന തരത്തിൽ അത് വിൻ ചെയ്യുന്നവരെ എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കാൻ ലീഡേഴ്സ് തയ്യാറായാൽ മാത്രമേ ഈ തന്ത്രത്തിന് ഉദ്ദേശിച്ച ഫലം കിട്ടുള്ളൂ. ആ ഫലം കിട്ടിയാലേ അടുത്തൊരു തന്ത്രം പയറ്റാൻ ലീഡേഴ്സ് തയ്യാറാവും. ഇങ്ങനെ അവർക്ക് കിട്ടുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കിട്ടുന്ന വരുമാനം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വാങ്ങിക്കൊടുത്ത് ലീഡേഴ്സിന് കോൺട്രിബ്യൂഷൻ ഒരു ടൂർ കൊണ്ടുപോയി വീണ്ടും ലീഡേഴ്സ് അടുത്തൊരു പ്രഖ്യാപനം നടത്താൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഓരോന്നോരോന്നോരോ കൂടി ചെയ്യിക്കാനുള്ള മോട്ടിവേഷനായി നിലവിലുള്ളത് മാറണോ? അവിടെ അസൂയ പാടില്ല. എന്റെ ലെഗിലുള്ള ആള് മാത്രം വിൻ ചെയ്താൽ മതി, മറ്റൊരു വിൻ ചെയ്ത് ആഗ്രഹിക്കാൻ പാടില്ല. എല്ലാവരും വിന്നാവണം. വേദനിക്കുന്ന കാര്യത്തിൽ, പ്രയാസപ്പെടുന്ന കാര്യത്തിൽ, കഷ്ടപ്പെടുന്ന കാര്യത്തിൽ എല്ലാ മതക്കാരനും എല്ലാ രാഷ്ട്രീയക്കാരനും ആണും പെണ്ണും ലിംഗ വ്യത്യാസമോ ജാതി മത വ്യത്യാസമോ ഒന്നുമില്ല. വേദനിക്കുന്ന ഒരു കണ്ണീരൊപ്പാൻ ദൈവം തന്നെ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഓപ്പർച്യൂണിറ്റി. ഒരുപക്ഷെ ഇന്ന് വരെ ഒരു ടൂർ പോകാൻ അവസരം കിട്ടാതെ പോയവർക്ക് ഒരു ടൂർ പോകാൻ ദൈവം കൊടുത്ത അവസരമായിരിക്കും ചിലപ്പോ. ഇഷ്ടംപോലെ പോയവർക്ക് ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ കൂടെ, ഒരു വിന്നേഴ്സിന്റെ കൂടെ പോകാൻ കിട്ടുന്ന ഒരു അവസരമായിരിക്കും. ആ നിലയിൽ ഈ ടൂർ കോൺടെസ്റ്റ് നിങ്ങൾ കൊണ്ടുപോകണോ? അതില് എന്റെ ടീമിൽ നിന്ന് ആരും വിൻ ചെയ്യരുത്, വിൻ ചെയ്ത് എനിക്കൊരു വിലയില്ലാണ്ടായി പോകും, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവോ? ഇനി നിന്റെ മാത്രം വിൻ ചെയ്താൽ മതി, മറ്റൊരു വിൻ ചെയ്ത് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. ആ ചിന്തകള് ദയവ് ചെയ്ത് നെറ്റ്വർക്കിൽ ഇംപ്ലിമെന്റ് ചെയ്യരുത്. ഒരിക്കല് ഒരു മിന്നാമിനിങ്ങനെ ഒരു പാമ്പ് അതത് ഇങ്ങനെ പറന്നു പോണ സമയത്ത് വിഴുങ്ങണ്. പാമ്പിന്റെ വായിലകപ്പെട്ട മിന്നാമിനിങ് മരിക്കാൻ പോകുന്നതിന് മുമ്പേ പാമ്പോട് ചോദിച്ച്, പാമ്പേ എന്തിനാ നീ എന്നെ വിഴുങ്ങണത്? ഉപദ്രവം ചെയ്യണ്ടോ? പാമ്പ് പറഞ്ഞില്ല. ഞാൻ നിന്റെ ഭക്ഷണ ശ്രേണിയിലെ അംഗമാണോ? നീ എലിയെ മറ്റു ജീവികളിലെ തിന്നുക, എന്നെ പോലത്തെ ഒരു പ്രാണിയെ തിന്നിട്ട് നിനക്ക് എന്തെങ്കിലും വിശപ്പ് മാറുമോ? നിന്റെ ഭക്ഷണ ശൃംഖലയില് ഞാനുണ്ടോ? പാമ്പ് പറഞ്ഞില്ല. നിന്റെ ഭക്ഷണ ശൃംഖലയിൽ ഞാനില്ല, നിന്നെ ഇന്ന് വരെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല, പിന്നെ എന്തിനാ പാമ്പേ നീ എന്നെ കൊല്ലുന്നത്? പാമ്പ് പറഞ്ഞ്, സംഭവം ഒക്കെ ശരിയാണ്, പക്ഷെ എന്റെ തിളക്കണ്ടല്ലോ അതെനിക്ക് അത്ര കൂടെ പിടിക്കുന്നില്ല. മിന്നാമിന്റെ തിളക്കം പാമ്പിന് അത്ര ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ശരിയാക്കാണ്, ഒരു പാപം ചെയ്താലും വേണ്ടിയില്ല, മറ്റവൻ അങ്ങനെ തിളക്കണ്ട. അതല്ല ഈ ഓപ്പർച്യൂണിറ്റി. ഇത് എല്ലാവരും തിളങ്ങി കാണണം, കൂട്ടത്തിൽ നമ്മളും തിളങ്ങണം. കനൽക്കട്ടകൾക്കകത്ത് എല്ലാം തിളങ്ങുമ്പോൾ പരസ്പരം ചൂട് കൊടുത്ത അവൻ തിളങ്ങുന്നത്. നാളെ വിജയിക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ടാവണം. ഒരു പേരെ കൂട്ടി വിജയിക്കണം. ഒരാൾ കാറ് വാങ്ങിച്ചാൽ പോലെ കൂടെ വന്ന് എല്ലാവരും വാങ്ങിക്കണം. അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് ഇടണം. അങ്ങനെ സക്സസ് ആവാൻ വേണ്ടി ഉണ്ടാകുന്ന തന്ത്രങ്ങൾ വരുമ്പോൾ എല്ലാ ലീഡേഴ്സും അതിനകത്ത് ഇടപെട്ട് സഹായിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അടുത്തത് അച്ചീവേഴ്സ്. നേട്ടങ്ങൾ ഉണ്ടാക്കണം, അച്ചീവേഴ്സായി മാറണം. ഈ ബിസിനസ്സിൽ ഓരോരുത്തർക്കും ഓരോ സമയം വിജയിക്കാൻ എടുക്കുന്നത്, അതെനിക്കറിയില്ല എത്ര ഓരോരുത്തർക്കും നല്ലത്. എല്ലാ ദ്രാവകങ്ങളും തിളക്കുന്ന വ്യത്യസ്ത ഡിഗ്രിയില്ല. അതേപോലെ ഇതിനകത്തും വ്യത്യസ്ത
സമയത്തിലേക്ക് വിജയിക്കില്ല. പക്ഷേ വിജയിക്കാൻ ഇറങ്ങി തിരിച്ചാൽ വിജയിച്ചേ കരകയറാവുള്ളൂ. വിജയിക്കുന്നുള്ളതിൽ എനിക്ക് യാതൊരു തർക്കവും. കാരണം അത് എന്റെ നിങ്ങളെ വ്യക്തിപരമായി കഴിവ് കിടക്കുന്നതല്ല, നമ്മളെ കൂടെ വരുന്ന ആള് കഴിവ് കിടക്കുന്ന. അത് ഏതൊരാൾക്കും ആളെ കിട്ടും. ഇഷ്ടം പോലെ ആളുകൾ ഈ ബിസിനസ്സിലേക്ക് വരാണ്ട്. അവരോട് നന്നായി പെരുമാറാനും അവരെ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യിക്കാനും അവരെ ചേർത്ത് നിർത്താനും അവരെ സ്നേഹം കൊടുക്കാനും അവർ വിജയിക്കുന്നവരെ കൂടെ നിൽക്കാൻ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള 10,000-കണക്കിന് ആളുകളെ ഈ നാട്ടിൽ സൃഷ്ടിക്കാൻ പറ്റും. അങ്ങനെ ഒരുമിച്ച് ജേതാക്കളാകാൻ നിങ്ങൾക്ക് കഴിയണം. അതിനായിരിക്കണം നിങ്ങളിപ്പോ ഈ ഒരു കോൺടെസ്റ്റ് അനൗൺസ് ചെയ്യുന്നു, അതുമായി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഈ വൈകിയ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഈ കോൺടെസ്റ്റിനെ നിങ്ങൾ ലീഡേഴ്സ് ആഗ്രഹിച്ചത് 4 ബസ്സിന് പോകാനാണെങ്കിൽ 4 അല്ല, ഒരു 400 ആള് വിജയിച്ചൊരു 8 ബസ്സിന് പോട്ടെ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ അച്ചീവേഴ്സ് നിറഞ്ഞ് നിങ്ങളുടെ ടീം ലീഡേഴ്സിന് ഓരോരുത്തരുടെയും ഇൻകം ഹയസ്റ്റ് ഇൻകമായി മാറി. ആ ഇൻകത്തോടൊപ്പം തന്നെ ഒരു ടൂർ പോകാനുള്ള അവസരം കിട്ടി. ആ ടൂർ പോക്കിൽ ഒരുപാട് നല്ല ബന്ധങ്ങൾ സൃഷ്ടിച്ച് തനിക്ക് എന്തും തുറന്നു സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് നല്ല സുഹൃത്തുക്കൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പരസ്പരം പങ്കുവെക്കുമ്പോ സന്തോഷം ഇരട്ടിയാവും, പങ്കുവെക്കുമ്പോ ദുഃഖം പകുതിയാവും. അങ്ങനെ നിങ്ങളുടെ ഒക്കെ ദുഃഖങ്ങൾ പകുതിയാക്കി കുറയ്ക്കാനും സന്തോഷം ഇരട്ടിയാക്കാനും ഈ നിങ്ങൾ അനൗൺസ് ചെയ്ത ടൂർ കോൺടെസ്റ്റ്, ആ ടൂറും നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ മുമ്പിൽ നയിക്കുന്ന സഹോദര തുല്യം ഞാൻ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഗ്രേറ്റ് ലീഡർ ബിജു സാറ്, എന്റെ വീട്ടില് എനിക്കുള്ള പെർമിഷൻ പോലെ തന്നെ അച്ഛനമ്മമാര് കാണി സ്നേഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെ 2 ലീഡർമാർ, ഇടയ്ക്കിടയ്ക്ക് എന്റെ വീട് വിസിറ്റ് ചെയ്യുന്നതുകൊണ്ട് ആ പേര് പറഞ്ഞത് ഷാഹിർ സാറും നമ്മുടെ റമീർ സാറും, അതോടൊപ്പം തന്നെ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മടിക്കാത്ത നിങ്ങളുടെ ഒരുപാട് ലീഡേഴ്സ്. ആ ഒരു റിലേഷൻഷിപ്പാണ് സത്യത്തില് ഈ ഗ്രൂപ്പില് എല്ലാ സമയത്തും നിങ്ങൾ പറയുന്ന സമയത്ത് ഇടപെടാനും നിങ്ങൾക്കൊപ്പം എല്ലാത്തിനും ചേരാനും എന്നെയും പ്രേരിപ്പിക്കുന്നത്. കഴിയുമെങ്കിൽ നിങ്ങളുടെ കൂടെ മൈസൂർ ട്രിപ്പിനും ഞാൻ ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാനുള്ള ദിവസങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച നിങ്ങളുടെ ലീഡേഴ്സ് നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ എത്ര സമയം ശ്രമിച്ച നിങ്ങൾ ഓരോരുത്തരോടും എന്റെ കടപ്പാട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു വെരി മച്ച്. വിഷ് യു ആൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ്.